നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ: മോദിയോട് വിലപേശൽ എളുപ്പമല്ല, അദ്ദേഹം എന്നേക്കാൾ കടുപ്പക്കാരനും കർക്കശക്കാരനുമാണ്. ഇക്കാര്യം ചില പത്രപ്രവർത്തകർ ശശി തരൂരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തരൂരിൻ്റെ പ്രതികരണം: ട്രംപ് അങ്ങനെയൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ അത് വെറുതെയാവില്ല എന്നതായിരുന്നു ശശി തരൂരിൻ്റെ പ്രതികരണം. ഞങ്ങളുടെ ജനങ്ങളെ നിങ്ങൾക്ക് അപമാനിച്ചയക്കാൻ കഴിയില്ലെന്ന് അടച്ചിട്ട മുറിക്കുള്ളിൽ മോദി തീർച്ചയായും ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാവും. അനധികൃതമായി കുടിയേറിയവരെ നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാം, ഞങ്ങൾ അവരെ നോക്കും, അവർ ഞങ്ങളുടെ പൗരന്മാരാണ്. കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമിട്ട് സൈനിക വിമാനത്തിൽ അവരെ അയക്കുന്നത് ശരിയല്ല എന്ന് മോദി കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ശശി തരൂരിൻ്റെ ഈ വാക്കുകൾ കോൺഗ്രസ് ക്യാമ്പുകളെ അമ്പരപ്പിച്ചു കളഞ്ഞു. പാർലമെന്റിലടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ പ്രതിഷേധം നടത്തിയ പ്രതിപക്ഷത്തെ പൂർണ്ണമായും അസ്തപ്രജ്ഞരാക്കുന്ന പ്രസ്താവനയാണ് ശശി തരൂർ നടത്തിയിരിക്കുന്നത്. തരൂരിനെ പിന്തുണച്ച് തൊട്ടു പിന്നാലെ കോൺഗ്രസ് നേതാവ് കനയ്യകുമാറും രംഗത്തെത്തി. ഇതോടെ കോൺഗ്രസ് നേതൃത്വം അപ്പാടെ അങ്കലാപ്പിലായി. നേരത്തെ ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണച്ച ശശി തരൂർ ഇപ്പോൾ മോദിയെ ഒരു ഹീറോ ആയി വാഴ്ത്തുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് ദഹിക്കുന്നതിലും അപ്പുറമാണ്. എന്നാൽ ശശി തരൂർ പറഞ്ഞ ഈ വാക്കുകളിൽ ഒത്തിരി സത്യമുണ്ട്. ട്രംപിനെ കൈകാര്യം ചെയ്യാൻ മോദിക്കൊരു പ്രത്യേക കലയുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ വിശേഷണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മാസ്റ്റർ പീസ് കളികൾ അമേരിക്കയിൽ വിജയിച്ചുവത്രേ. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വം, കാത്തിരിപ്പ്, ഒടുവിൽ വീണ്ടും ഒരു ഉന്നത തലത്തിലേക്ക് ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ചെത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിന US യാത്രയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. എലോൺ മസ്ക്, വിവേക് രാമസ്വാമി എന്നിവരുമായുള്ള കൂടിക്കാഴ്ചകൾ ആ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു. ട്രംപിന്റെ പരസ്പര ടാരിഫ് പ്രഖ്യാപനം, 5ാം തലമുറ F-35 ജെറ്റുകൾ ഇന്ത്യക്ക് വിൽക്കാനുള്ള നിർദ്ദേശം, ഖലിസ്ഥാനികൾക്കെതിരെയുള്ള ശക്തമായ പ്രസ്താവനകൾ എന്നിവ വീണ്ടും അമേരിക്കൻ ഇന്ത്യൻ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നു. ഈ സന്ദർശനം ഏറെ സ്ഫോടനാത്മകമാണ് എന്ന് വിലയിരുത്തിയവർക്ക് മുഖമടച്ചുള്ള മറുപടി. പരസ്പരമുള്ള അഹങ്കാരങ്ങൾ കൊണ്ട് തട്ടിത്തകരുമെന്ന പ്രവചനങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഒടുവിൽ മോദിയും ട്രംപും കൈകൊടുത്തു പിരിയുന്നത്. മോദി കസേരയിലിരിക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇന്ത്യയുടെ വരുതിയിലെത്തിച്ചു? അതൊരു കലയായിരുന്നുവെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ വിശേഷണം. US-ൽ വിമാനമിറങ്ങിയതിന് തൊട്ടു പിന്നാലെ മോദി നേരെ കാര്യങ്ങളിലേക്ക് കടന്നു. ട്രംപിന്റെ ഭ്രമണപഥത്തിലെ ചില പ്രമുഖരെ കണ്ടുമുട്ടിയായിരുന്നു മോദിയുടെ തുടക്കം. ആദ്യം നരേന്ദ്രമോദിയെ തേടിയെത്തിയത് നാഷണൽ ഇന്റലിജൻസിന്റെ പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത ഡയറക്ടർ തുളസി ഗബാർഡ്. തന്റെ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമായിരുന്നു തുളസിയുടേത്. ഇന്ത്യ US ബന്ധങ്ങളുടെ ശക്തയായ വക്താവാണ് തുളസി ഗബാർഡ്. സാധാരണഗതിയിൽ അമേരിക്കൻ ഇന്റലിജൻസ് മേധാവി മറ്റൊരു രാഷ്ട്ര നേതാവിനെ ഇങ്ങനെ പരസ്യമായി സന്ദർശിക്കാറില്ല. എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് തുളസി ഗബാർഡ് മോദിയുടെ അരികിലെത്തി ദീർഘനേരം സംഭാഷണം നടത്തി. തൊട്ടു പിന്നാലെ നരേന്ദ്രമോദിയെ സന്ദർശിക്കാനെത്തിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ഇന്ത്യയുടെ മറ്റൊരു കടുത്ത ആരാധകനുമായ മൈക്ക് വാട്സ്. അദ്ദേഹത്തിന് പിന്നാലെ മോദിയെ തേടി കടന്നു വന്നത് ഇലോൺ മസ്ക് തൻ്റെ 3 കുട്ടികളുമായി. ഇലോൺ മസ്കും ഭാര്യയും കുട്ടികളും മോദിയെ തേടിയെത്തിയ ആ കാഴ്ച ലോകമാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചു. ഇലോൺ മസ്കിന് തൊട്ടു പിന്നാലെ വിവേക് രാമസ്വാമിയും ഭാര്യാപിതാവും മോദിയെ തേടിയെത്തി. പ്രധാനമന്ത്രി മോദിയെ സ്വാഗതം ചെയ്യാൻ ട്രംപിന് ചുറ്റുമുള്ള എല്ലാ ഹെവി വെയ്റ്റ് താരങ്ങളും അണിനിരന്നു. ഏറ്റവും ഒടുവിൽ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു കരാർ മോദിയുമായി ഒപ്പിടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ട്രംപ് നരേന്ദ്രമോദിയെ കാണാനെത്തിയത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുന്ന ഏതെങ്കിലും രാജ്യത്തിന് അദ്ദേഹം പരസ്പര ടാരിഫ് പ്രഖ്യാപിച്ചു. ആ പട്ടികയിൽ ആരാണ് മുന്നിൽ എന്നതിന് 2 അഭിപ്രായം വേണ്ട, ഇന്ത്യ തന്നെ. പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും ഉയർന്ന ടാരിഫ് വ്യവസ്ഥയാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ ട്രംപ് കൂടുതൽ കടുത്ത നടപടികൾ ഇന്ത്യക്കെതിരെ സ്വീകരിക്കുമെന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതി. എന്നാൽ നരേന്ദ്രമോദി വൈറ്റ് ഹൗസിലേക്ക് കടന്നയുടൻ ട്രംപിന്റെ മനോഭാവം മാറുന്ന കാഴ്ച, അതാണ് ലോകം പിന്നീട് അത്ഭുതത്തോടെ നോക്കിയത്. വർഷങ്ങളുടെ മികച്ച സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് മോദിയെ സ്വീകരിച്ചു. ഹൗഡി മോദി, നമസ്തേ ട്രംപ് പരിപാടികളിൽ നിന്നുള്ള ഫോട്ടോകൾ നിറഞ്ഞ നമ്മുടെ യാത്ര ഒരുമിച്ച് എന്ന പുസ്തകം സമ്മാനമായി മോദി ട്രംപിന് നൽകി. ആ പുസ്തകത്തിൻ്റെ മുൻ പേജിൽ
ഡൊണാൾഡ് ട്രംപിന്റെ മനോഹരമായ ഒപ്പുപതിഞ്ഞു. തുടർന്ന് നടന്നത് ട്രംപ് നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ ഉഭയകക്ഷി ചർച്ചകൾ, 2 വിശദമായ സംയുക്ത പത്രസമ്മേളനങ്ങൾ. ഒടുവിൽ ട്രംപ് പോലും സമ്മതിച്ചു, മോദി എന്നേക്കാൾ കടുപ്പമേറിയ ചർച്ചക്കാരനാണ്. ട്രംപിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെ ചർച്ച നടത്തണമെന്നും മോദിക്ക് കൃത്യമായ മാസ്റ്റർ പ്ലാൻ മനസ്സിലുണ്ടായിരുന്നു. അതിന്റെ തുടക്കം ദിവസങ്ങൾക്ക് മുൻപേ നമ്മൾ കണ്ടതാണ്. ട്രംപിന്റെ ടാരിഫ് ആക്രമണങ്ങളെ എങ്ങനെ നേരിടണം എന്നതിന്റെ കൃത്യമായ മാസ്റ്റർ പ്ലാനോടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വൈറ്റ് ഹൗസിലേക്ക് കടന്നു ചെന്നത്. എസ് ജയശങ്കർ മുതൽ അജിത് ഡോവൽ വരെയുള്ള പ്രധാനമന്ത്രിയുടെ സംഘം ഇതിനെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തി. ട്രംപിന് എന്താണ് വേണ്ടത്, അതിന് പകരമായി ഇന്ത്യക്ക് എന്തു നൽകാം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ പദ്ധതി അവർ മനസ്സിൽ തയ്യാറാക്കിയിരുന്നു. ബിസിനസ്, സൗഹൃദം എന്നീ 2 ഘടകങ്ങളെയും ബഹുമാനപൂർവ്വം വേർതിരിച്ചുകൊണ്ട് ട്രംപിനെ പോലെ കഠിനമായ ഒരു വിലപേശൽ നേതാവിനെ ഇന്ത്യ നേരിട്ടു. ഇന്ത്യ US-ഉമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം $45 ബില്യൺ വ്യാപാര മിച്ചമുണ്ട് ഇന്ത്യക്ക്. എന്നാൽ ട്രംപ് ഒരു സമനിലയിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യക്കൊരു വ്യാപാര മിച്ചം വരാത്ത നിലയിൽ ടാരിഫ് ക്രമീകരണം. ഇവിടെയാണ് പരസ്പരം പ്രയോജനകരമായ ഒരു കരാറിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ത്യ ട്രംപിനോട് സംസാരിച്ചത്. 2030 ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി വ്യാപാരം $500 ബില്യൺ ഇരട്ടിയാക്കുമെന്ന് ഇന്ത്യ ട്രംപിനോട് പറഞ്ഞു. നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ സൈനിക പങ്കാളിത്തം, അതിനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ത്വരിതപ്പെടുത്തിയ വാണിജ്യ സാങ്കേതികവിദ്യ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന കോമ്പാക്ട് സംരംഭങ്ങൾ എന്നിവയൊക്കെ ഇന്ത്യയും അമേരിക്കയും ചേർന്നുള്ള പ്രഖ്യാപനത്തിലുണ്ട്. പ്രതിരോധം, നിക്ഷേപം, വ്യാപാരം, ഊർജം, നവീകരണം, ബഹുമുഖ പങ്കാളിത്തങ്ങൾ എന്നിവയിലുടനീളം സഹകരണം വർദ്ധിപ്പിക്കുക. ആണവോർജം ഉൾപ്പെടെ നിരവധി പദ്ധതികളിൽ ഇന്ത്യയിൽ US നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ആണവ നിലയങ്ങൾ നിർമ്മിക്കാനും പ്രത്യേകിച്ച് ചെറിയ മോഡുലാർ റിയാക്ടറുകളിൽ സഹകരിക്കാനും ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചു. ഇന്ത്യക്ക് 5ാം തലമുറ F-35 ജെറ്റുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ട്രംപിന്റെ ചരിത്രപരമായ പ്രഖ്യാപനം. ലോകത്തിലെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളാണിവ. ഇതോടെ പാകിസ്ഥാനും കലികൊണ്ടു. ഇതുവരെ ഇന്ത്യക്ക് ഇവയെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും ഉണ്ടായിരുന്നില്ല. ഇതൊരു നിർദ്ദേശമായി മാത്രമാണ് ട്രംപിന്റെ മുന്നിൽ ഇന്ത്യ അവതരിപ്പിച്ചത്. ഇതിനെ തുടർന്ന് നിരവധി സാങ്കേതിക കൈമാറ്റവും സഹവികസനവുമൊക്കെ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 10 വർഷത്തെ പ്രതിരോധ ചട്ടക്കൂട് ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രഖ്യാപിച്ചതോടെ പാകിസ്ഥാൻ വിരണ്ടു. ബംഗ്ലാദേശിന്റെ കാര്യത്തിലും കൃത്യമായ കാഴ്ചപ്പാട്. നരേന്ദ്രമോദിയുടെ നയതന്ത്രം വൈറ്റ് ഹൗസിൽ വിജയിക്കുന്ന അപൂർവ കാഴ്ചയാണ് പിന്നെ ഇന്ത്യ കണ്ടത്. ജാവലിൻ ആന്റി ടാങ്ക് മിസൈലുകൾ മുതൽ സ്ട്രൈക്കർ കവചിത വാഹനങ്ങൾ വരെയുള്ള കൂടുതൽ US ആയുധങ്ങൾ ഇനി ഇന്ത്യയിലേക്ക് ഒഴുകും. കരാറുകൾ മോദിയും ട്രംപും ചേർന്നൊപ്പിട്ടു. ആധുനിക P-81 സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾക്കും ഇന്ത്യ കരാർ നൽകി. സാങ്കേതിക വിദ്യ കൈമാറ്റങ്ങളും സ്പെയർ പാർട്സ് വിതരണങ്ങളും കാര്യക്ഷമമാക്കുന്നതിന് US ഇന്റർനാഷണൽ ട്രാഫിക് ഇൻ ആംസ് റെഗുലേഷൻസ് പുനഃപരിശോധിക്കുമെന്ന പ്രഖ്യാപനം. ഒരു വശത്ത് US ഇന്ത്യക്ക് വിൽക്കുക മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് നിരവധി സാധനങ്ങൾ വാങ്ങും എന്ന കരാറിലും ഏർപ്പെടുന്നു. കടലിനടിയിലെ യുദ്ധ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇരു രാജ്യങ്ങളും അടുത്ത് സഹകരിക്കാൻ പദ്ധതിയിട്ടു. ഈ വർഷം അവസാനത്തോടെ US ഇന്ത്യ AI റോഡ് മാപ്പ് അന്തിമമാകും എന്ന പ്രഖ്യാപനം. ഊർജ വ്യവസായത്തിനായി ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കപ്പെട്ടു. ഇന്ത്യ US-ൽ നിന്ന് കൂടുതൽ എണ്ണയും പ്രകൃതിവാതകവും വാങ്ങും. ഇന്ത്യയിൽ US രൂപകൽപ്പന ചെയ്ത ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കും. ഇന്ത്യയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മോദിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിരുന്നത് ഖലിസ്ഥാൻ വിഷയത്തിൽ ട്രംപ് കൈക്കൊള്ളുന്ന നയപരമായ തീരുമാനം. മോദിയും ട്രംപും തമ്മിലുള്ള യോഗത്തിന് തൊട്ടു മുൻപ് ഖലിസ്ഥാൻ അനുകൂല പ്രതിഷേധക്കാരെ തൊട്ടടുത്തുള്ള പരിസരങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ ട്രംപ് ഉത്തരവ് നൽകിയിരുന്നു. ഖലിസ്ഥാൻ പ്രശ്നം എങ്ങനെ ട്രംപ് കൈകാര്യം ചെയ്യുമെന്നതിൻ്റെ കൃത്യമായ സൂചന. പിന്നീടിത ചരിത്രം വിസ്മയിപ്പിച്ചുകൊണ്ട് ഒരു ഖണ്ഡിക ഖലിസ്ഥാനികൾക്കായി ഇരു നേതാക്കളും സമർപ്പിക്കുന്നു. നിയമവിരുദ്ധ കുടിയേറ്റ ശൃംഖലകൾ, മയക്കുമരുന്ന് ഭീകരർ, മനുഷ്യ ആയുധക്കടത്തുകാർ എന്നിവരുൾപ്പെടെ സംഘടിത കുറ്റകൃത്യ സിൻഡിക്കേറ്റുകൾ പൊതുജനങ്ങളുടെയും നയതന്ത്ര സുരക്ഷയ്ക്കും മറ്റു സുരക്ഷയ്ക്കും ഇരു രാജ്യങ്ങളുടെയും പരമാധികാരത്തിനും പ്രാദേശിക സമഗ്രതയ്ക്കും ഭീഷണിയാകുന്ന മറ്റ് ഘടകങ്ങൾ എന്നിവയ്ക്കെതിരെ നിർണായക നടപടിയെടുക്കുമെന്ന് ഇരു നേതാക്കളും ചേർന്ന പ്രഖ്യാപനം. ഖലിസ്ഥാനികളുടെ കാര്യത്തിൽ അങ്ങനെ ഇന്ത്യ ഒരു നിർണായക വിജയം കൈവരിച്ചു. ഇന്ത്യൻ താൽപ്പര്യങ്ങൾക്കെതിരായ ഭീകരാക്രമണങ്ങൾ ബൈഡൻ ഭരണകൂടം അനുവദിച്ചതുപോലെ അനുവദിക്കില്ല എന്ന് ട്രംപിന്റെ നിലപാട്.
യോഗത്തിൽ ഉയർന്നു വന്ന മറ്റൊരു വിഷയം ബംഗ്ലാദേശ് തന്നെയായിരുന്നു. രാജ്യത്തെ പുതിയ ഭരണകൂടത്തിനെക്കുറിച്ച് ട്രംപ് കൃത്യമായ ധാരണ മോദിയുമായി പങ്കുവച്ചു. ബംഗ്ലാദേശ് വിഷയം മോദിക്ക് വിടുകയാണ് എന്ന് ട്രംപിന്റെ പ്രഖ്യാപനം. ബൈഡൻ ഭരണകൂടത്തിൻ്റെതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ട്രംപിന്റെ ഈ സമീപനം. ഇന്ത്യയുടെ അയൽപക്കത്ത് അസ്വസ്ഥതയുടെ ജ്വാലകൾ ജ്വലിപ്പിക്കാൻ സാധ്യതയില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി. മേഖലയിലെ ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകളെ വെല്ലുവിളിക്കുന്നതിന് ഞാൻ ഒരു തരത്തിലും പ്രോത്സാഹനം നൽകില്ല എന്ന് ട്രംപ് മോദിക്ക് ഉറപ്പു നൽകി. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ കൈമാറുന്നത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം അതായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സുവർണ വിജയം. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ട്രംപ് മോദിക്ക് ഉറപ്പു നൽകി. മുംബൈ പത്താംകോട്ട് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ആവശ്യപ്പെട്ട് തീവ്രവാദ ശൃംഖലകൾക്കെതിരെ നടപടിയെടുക്കാത്ത പാകിസ്ഥാൻ നടപടിയെ ഇരു രാജ്യങ്ങളും അപലപിച്ചു. ഇത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയും US തമ്മിലുള്ള സംയുക്ത പ്രഖ്യാപനത്തെ പാകിസ്ഥാൻ തങ്ങൾക്കെതിരായ പരാമർശമായി വെള്ളിയാഴ്ച അപലപിച്ചു. ഏകപക്ഷീയവും തെറ്റിദ്ധരിപ്പിക്കുന്നതും നയതന്ത്ര മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധവുമാണ് ഈ പ്രഖ്യാപനമെന്ന് പാകിസ്ഥാന്റെ പ്രതികരണം. ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് പാകിസ്ഥാൻ എത്രമാത്രം ഭയപ്പെടുന്നുവെന്ന്. 2025 ഫെബ്രുവരി 13 ഇന്ത്യ US സംയുക്ത പ്രസ്താവനയിൽ പാകിസ്ഥാനെ പരാമർശിക്കുന്ന ഭാഗങ്ങളാണ് പാകിസ്ഥാൻ അപലപിച്ചത്. ഇത് നയതന്ത്ര മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പാകിസ്ഥാൻ പറയുന്നു. US പാകിസ്ഥാന്റെ തീവ്രവാദ വിരുദ്ധ സഹകരണം ഉണ്ടായിരുന്നിട്ടും സംയുക്ത പ്രസ്താവനയിൽ ഈ പരാമർശം ചേർത്തതിൽ ഞങ്ങൾ അത്ഭുതപ്പെടുന്നു. ഇത്തരം പരാമർശങ്ങൾ കൊണ്ട് മേഖലയിലും പുറത്തും ഇന്ത്യ നടത്തുന്ന ഭീകരത, അട്ടിമറി, നിയമവിരുദ്ധ കൊലപാതകങ്ങൾ എന്നിവയെ മറച്ചുവെക്കാനോ മുസ്ലിങ്ങൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇന്ത്യ സുരക്ഷിത താവളമാണ് എന്ന നഗ്നമായ യാഥാർത്ഥ്യത്തിൽ നിന്ന് അന്താരാഷ്ട്ര ശ്രദ്ധ മാറ്റാനോ കഴിയില്ല എന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചു. ഇന്ത്യക്ക് സൈനിക സാങ്കേതിക വിദ്യ കൈമാറാനുള്ള ആസൂത്രിത നീക്കത്തിൽ പാകിസ്ഥാൻ വളരെയധികം ആശങ്കാകുലരാണ് എന്ന് പാകിസ്ഥാന്റെ പ്രസ്താവന. അതെ, അമേരിക്കയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുന്നത് വെറും കൈയോടെയല്ല എന്നുറപ്പിച്ചു പറയാം. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ പോലെയുള്ളവരുടെ പ്രസ്താവനകളെ നമുക്ക് അപലപിക്കാനും കഴിയില്ല. എന്നാൽ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുന്ന ഭൂകമ്പങ്ങൾ അതെന്തൊക്കെയാണ് എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.